വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥനെ അന്വേഷിച്ചെത്തുന്ന അമ്മയ്ക്കും ബന്ധുജനങ്ങൾക്കും യേശുനാഥൻ നൽകുന്ന മറുപടി, അല്ലായെങ്കിൽ യേശുവിനോട് കൂടെ ആയിരിക്കുന്നവർക്ക് നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന, പിതാവിൻ്റെ ഹിതം തിരയുന്നവരാണ് തൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന് യേശുനാഥൻ പറയുകയാണ്. യേശുനാഥനെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് യേശുനാഥനെ കാണാതാകുകയും എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ഒടുവിൽ യേശുനാഥൻ അവിടുത്തെ വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുകയെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മറിയത്തിൻ്റെ ആകാംക്ഷ നിറഞ്ഞൊരു ചോദ്യമുണ്ട്. ഞാനും നിൻ്റെ പിതാവും നിന്നെ അന്വേഷിക്കുകയായിരുന്നു, ഞങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് യേശുനാഥൻ്റെ മറുപടി വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലയോ? അവിടെ യേശുനാഥൻ കൃത്യമായി തൻ്റെ ദൗത്യം എന്തെന്ന്, താൻ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറിയത്തിനത് മനസ്സിലായില്ല, മറിയം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ യേശുനാഥൻ തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യവും ബന്ധുത്വവുമൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് തനിക്ക് പിതാവുമായുള്ള ബന്ധത്തിൽ തന്നെയാണ്. താനും പിതാവും ഒന്നാണ്. താൻ പിതാവിൻ്റെ ഹിതം പരിപൂർണമായും നിറവേറ്റുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ തന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെല്ലാം പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങി തന്നെ ജീവിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. ഇത് തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഒരു നിർദ്ദേശം പോലെ നൽകുന്ന കാര്യമാണ്. താൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും ക്രിസ്തു ശിഷ്യൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും കൃത്യമായ ഒരു ബോധ്യമാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുക. തന്നെ അന്വേഷിച്ചെത്തിയ മറിയത്തിൻ്റെയോ സഹോദരങ്ങളുടെയോ വില കുറച്ച് കാണിക്കാനല്ല യേശുനാഥൻ ആഗ്രഹിക്കുക. മറിയത്തിന് രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായൊരു സ്ഥാനമുണ്ട്. എങ്കിൽ പോലും യേശുനാഥൻ തൻ്റെ മുന്നിലായിരിക്കുന്നവരെ കുറെ കൂടി വ്യക്തതയോടുകൂടി പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പിന്നാലെ വരുന്നവൻ ഈ ബാന്ധവത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച മനുഷ്യനാണ്, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ച മനുഷ്യനാണ്. സഹോദരനെയും അമ്മയെയും ഒക്കെ വിട്ടുപേക്ഷിച്ചിട്ടല്ലാതെ എന്നോടുകൂടെ വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ വാക്കിന് കൃത്യമായൊരു ഉദാഹരണമാണ് കൺമുന്നിൽ വന്ന് പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തി യേശുനാഥൻ വീണ്ടും അത് ഒരിക്കൽ കൂടി തൻ്റെ മുന്നിലിരിക്കുന്നവരെ പഠിപ്പിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അവിടെ യേശുനാഥൻ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്, ക്രിസ്തുവുമായി സൗഹാർദ്ദം ഒരുവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവുമായി ഒരു ബന്ധം ഒരുവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ മറ്റെന്തിലുമുപരിയായി പിതാവിൻ്റെ ഹിതത്തിൻ്റെ പിന്നാലെ നടക്കുന്നവനാവണം. അതുകൊണ്ട് തന്നെ ക്രൈസ്തവൻ, ക്രിസ്തീയ കുടുംബത്തിൻ്റെ അംഗം, ക്രിസ്തുവാകുന്ന കുടക്കീഴിൽ അഭയം തേടിയിരിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ഏതൊരു കാര്യത്തിനും പ്രധാനപ്പെട്ടത് പിതാവിൻ്റെ ഹിതമാണ്. പിതാവിൻ്റെ ഹിതം തിരഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ച് നമുക്കും ക്രിസ്തുവിൻ്റെ സ്വന്തവും ബന്ധുവുമായി ജീവിക്കാൻ പരിശ്രമിക്കാം.